ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ ഇപ്പോൾ സാന്റോസിന് വേണ്ടി അരങ്ങേറ്റം നടത്തിയിട്ടുണ്ട്. ബോട്ടോഫോഗോക്കെതിരെ നടന്ന മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിലാണ് നെയ്മർ കളിച്ചിട്ടുള്ളത്. മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ആ കണക്കുകൾ നോക്കിയാൽ അത് നമുക്ക് മനസ്സിലാകും എന്നുള്ളതാണ്. വളരെയധികം നിറഞ്ഞു കളിക്കാൻ നെയ്മർ ജൂനിയർക്ക് കഴിഞ്ഞിട്ടുണ്ട്. മത്സരശേഷം മാധ്യമങ്ങളോട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. 2026 വേൾഡ് കപ്പ് വരെ ഇവിടെ ഉണ്ടാകുമോ എന്ന ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ അദ്ദേഹം ഉറപ്പൊന്നും നൽകിയിട്ടില്ല. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിക്കൊണ്ട് പോകാം എന്നാണ് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത്. ചിരിച്ചുകൊണ്ടാണ് നെയ്മർ പറഞ്ഞിട്ടുള്ളത്. അതായത് നെയ്മർ സാന്റോസുമായി 6 മാസത്തെ കോൺട്രാക്റ്റിലാണ് ഒപ്പുവെച്ചിട്ടുള്ളത്. അതിനർത്ഥം വരുന്ന സമ്മറിൽ നെയ്മർ മറ്റു ഓപ്ഷനുകൾ പരിഗണിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതായത് നെയ്മർ യൂറോപ്പിലേക്ക് മടങ്ങാനുള്ള ഒരു സാധ്യത അവിടെ അവശേഷിക്കുന്നുണ്ട്. തനിക്ക് അനുയോജ്യമായ ഒരു ക്ലബിനെ നെയ്മർക്ക് ലഭിക്കേണ്ടതുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ സാന്റോസുമായി കോൺട്രാക്ട് പുതുക്കാനുള്ള ഓപ്ഷനും നെയ്മർക്ക് ലഭ്യമാണ്. 2026 വേൾഡ് കപ്പ് വരെയുള്ള ഒരു ഓഫർ അവിടെ ലഭ്യമാണ്. അത് നെയ്മർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞേക്കും എന്നുള്ളതാണ്. ഏതായാലും ആ വേൾഡ് കപ്പിനെ കുറിച്ചും നെയ്മർ ജൂനിയർ സംസാരിച്ചിട്ടുണ്ട്. വേൾഡ് കപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എന്നോ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നെയ്മർ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വേൾഡ് കപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അടുത്ത വർഷമല്ല ആരംഭിക്കുക, അത് എത്രയോ മുൻപ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് പരിക്കേറ്റ സമയത്ത് ഞാൻ ലക്ഷ്യം വെച്ചിരുന്നത് എത്രയും പെട്ടെന്ന് കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളത് മാത്രമായിരുന്നു. ബ്രസീൽ ദേശീയ ടീമിന് വേണ്ടി കളിക്കുക, അവരെ പ്രതിനിധീകരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഇതാണ് നെയ്മർ പറഞ്ഞിട്ടുള്ളത്. അതായത് ബ്രസീൽ ടീമിന് വേണ്ടി മികച്ച പ്രകടനം നടത്തി വിജയങ്ങൾ നേടിക്കൊടുക്കുക, കിരീടങ്ങൾ നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അടുത്ത മാസം വളരെ പ്രധാനപ്പെട്ട 2 മത്സരങ്ങൾ ബ്രസീൽ ടീമിനെ കാത്തിരിക്കുന്നുണ്ട്. എതിരാളികൾ അർജന്റീനയും കൊളംബിയയുമാണ്. ആ മത്സരത്തിലെങ്കിലും നെയ്മർ ജൂനിയർ തിരിച്ചെത്തും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം 2023 ഉറുഗ്വേക്കെതിരെ നടന്ന മത്സരത്തിലായിരുന്നു ബ്രസീൽ ടീമിന് വേണ്ടി അവസാനമായി കൊണ്ട് നെയ്മർ കളിച്ചത്. ആ മത്സരത്തിൽ തന്നെയായിരുന്നു നെയ്മർക്ക് അതിഗുരുതരമായി പരിക്കേറ്റത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.